ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയൊരു പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഈ ഒരു പ്രശ്നം എല്ലാവർക്കും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഇത് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് ഈ ഒരു പ്രശ്നമെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് വീണ്ടും ഈ ഒരു പ്രശ്നമെല്ലാം വരുന്നുണ്ടോ എന്നെല്ലാം നോക്കുന്നതിന് വേണ്ടിയാണ്. ഇന്നും ഞാൻ ഇത്തരത്തിൽ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ ഒരു പ്രശ്നമെല്ലാം ഇപ്പോൾ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ഒരു പ്രശ്നം എന്നെല്ലാം നമുക്ക് നോക്കാം. അതുപോലെ നിങ്ങൾക്ക് കൂടി ഈ ഒരു പ്രശ്നമെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു കാര്യം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക. വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നമെല്ലാം വന്നിരിക്കുന്നത്. ഞാൻ സാധാരണ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നത് ഇത് എൻ്റെ കമ്പ്യൂട്ടർ എല്ലാം യൂസ് ചെയ്താണ്. ഇത്തരത്തിൽ കമ്പ്യൂട്ടറിൽ നിന്നും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാനൊരു ഷോർട്സ് വീഡിയോ ഇവിടെ അപ്ലോഡ് ചെയ്ത സമയത്ത് ഇവിടെ പ്രോസസ്സിംഗ് വിൽ ബിഗിൻ ഷോർട്ട്ലി എന്നാണ് കാണിക്കുന്നത്. ഈ ഒരു മെസ്സേജ് സാധാരണ നമ്മൾ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം വരാറുള്ളതാണ്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ ഒരു മെസ്സേജ് എല്ലാം വന്നതിന് ശേഷം ഈ ഒരു പ്രോസസ്സിംഗ് വിൽ കംപ്ലീറ്റ് ഷോർട്ട്ലി എന്നത് ഇത് കംപ്ലീറ്റ് ആകുന്നേ ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ രീതിയിൽ വി ആർ പ്രോസസ്സിംഗ് ദിസ് വീഡിയോ ചെക്ക് ബാക്ക് ലേറ്റർ എന്നാണ് വന്നിരിക്കുന്നത്. അതിനാൽ തന്നെ ഇപ്പോൾ ഞാൻ ഇത് സ്കെഡ്യൂൾ ചെയ്തു വച്ചിരിക്കുകയാണ്. ഈ ഒരു വീഡിയോ എല്ലാം തന്നെ 9 മണിക്ക് ഇത് പബ്ലിഷ് ചെയ്യുന്ന രീതിയിലാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റ് ആകാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വീഡിയോ കറക്റ്റ് സമയത്തിന് അപ്ലോഡ് ആവുകയൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാനൊന്നും സാധിക്കുന്നില്ല. ഇങ്ങനെ ഒരു പ്രശ്നമെല്ലാമാണ് ഇപ്പോൾ എനിക്ക് വന്നിട്ടുള്ളത്. അതിനാൽ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒരു വീഡിയോ അത് പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ആകാത്തത് കൊണ്ട് തന്നെ എനിക്കത് ഡിലീറ്റ് ചെയ്യേണ്ടതായും വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടതായെല്ലാം വന്നു. അത്തരത്തിൽ ചെയ്തപ്പോഴാണ് ആ ഒരു പ്രശ്നമെല്ലാം സോൾവ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ കാണിക്കുന്ന ഈ ഒരു വീഡിയോയിൽ വന്നിരിക്കുന്ന പ്രോസസ്സിംഗ് വിൽ ബിഗിൻ ഷോർട്ട്ലി എന്നത് ഓട്ടോമാറ്റിക്കായി കുറച്ച് സമയം കഴിയുമ്പോൾ ക്ലിയർ ആകുമോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കാം. എങ്കിലും എനിക്ക് ഇതിൽ പ്രതീക്ഷയില്ല. സാധാരണ കാണിക്കുന്നത് പോലെയല്ല, ഒരുപാട് സമയം ഇപ്പോൾ ഇത് എടുത്തിട്ടുണ്ട്. ഇതുവരെ ഈ ഒരു കാര്യമൊന്നും ക്ലിയർ ആയിട്ടില്ല. കഴിഞ്ഞ ദിവസത്തെ പോലെ വീണ്ടും ഞാൻ ഈ ഒരു വീഡിയോ എല്ലാം ഡിലീറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടതായി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്കും ഈ ഒരു പ്രശ്നമെല്ലാം വന്നിട്ടുണ്ടോ? വന്നിട്ടുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്